ഷിരൂരിലെ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ട്രക്കിന്റെ ഭാഗങ്ങളോ കണ്ടെത്താനായില്ല. 4 പോയിന്റിലും നോക്കിയിട്ടും ട്രക്ക് കണ്ടെത്താനായില്ലെന്നും അതീവ ദുഃഖമുണ്ടെന്നും ഈശ്വർ മാൽപ്പെ പറഞ്ഞു. ഒരു പോയിന്റ് ആക്കി ആ 4 പോയിന്റിൽ നമുക്ക് കിടച്ചില്ല. അത് അവിടെ കിടച്ചിട്ട് നമുക്ക് ഈ വീട്ടിൻ്റെ തകട് ഷീറ്റ്, കമ്പി, ഈ കറണ്ടിൻ്റെ ഇത് റോഡെല്ലാം കിട്ടി. അവിടെ ട്രക്ക് എവിടെയുണ്ട് എനിക്ക് കാണാൻ വയ്യ. ಯಾಕೆಂದರೆ കീഴെ അത്ര കത്തലായിട്ടുണ്ട്. ഒരു 40 അടി കീഴെ ഫസ്റ്റ് 10 അടിൻ്റെ 20 അടി 30 അടി 40 അടി ഈ സൈഡ് പറഞ്ഞാൽ ഒത്തിരി ആളുണ്ട്. നമ്മ വണ്ടി വീണ സൈഡ് അവിടെ 40. പിന്നെ അവിടുന്ന് മേലെ പോകുന്ന ഒരു 50, പിന്നെ 40, 20 അങ്ങനെ ആവും. അവിടുത്തെ പ്രഷർ ജാസ്തി ഉണ്ട്. ഇപ്പോൾ ഇത് കമ്മി ആവുന്നുണ്ട്, ക്ലീൻ ആവുന്നു. തണ്ണി ക്ലീൻ ആയാൽ ഒരു ഇത് വേണ്ട, സ്കൂബ ഡൈവ് ആക്കി എല്ലാം നോക്കാം. രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നുവെന്നും കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുമ്പോൾ തിരച്ചിൽ സംഘങ്ങൾ മടങ്ങിയെത്തുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. Today we have tried with our Malpe Ishwar group as well as Navy and NDRF and SDRF and all local, important is local fishermen also. Inside the water, clay is there. On top of the clay, rock is there. On rock, again that banyan tree is there. More than 4 times size of this particular thing. That also he found, and yesterday he struck with some leg or something in that particular banyan tree also. Then he raised the hand and their rescue team went and they have taken him back, and again without any agitation again he has tried. Today also he has tried because it is a challenge for him. തിരച്ചിൽ നിർത്തുന്നത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അനുകൂല കാലാവസ്ഥ ഉണ്ടായിട്ടും സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത് ഒരു തരത്തിലും ഞങ്ങളാരുമായും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിച്ചാണ് ഇതിന് തുടക്കം മുതൽ. അവിടുത്തെ ജില്ലാ കളക്ടറെ ഞാനിപ്പോൾ വിളിച്ചു, നിലപാട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അവിടെയുള്ള MLA മാരോട് സംസാരിച്ചു. അപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ MLA സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ ഇതിലും വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇന്നലെ നമുക്കറിയാം വളരെ വൈകിയും തെരച്ചിൽ നടന്നിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥ കുറെ കൂടി അനുകൂലമാണ്, ജലനിരപ്പ് കുറഞ്ഞു. അങ്ങനെയുള്ള ഘട്ടത്തിൽ 3-3:30 മണിക്ക് തെരച്ചിൽ നിർത്തുകയാണ്. അപ്പോൾ കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ മന്ത്രി വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടേക്ക് മന്ത്രി വരാനുണ്ട്, മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് ഒരു ഭാഗത്ത് നടക്കാം, തെരച്ചിൽ വേറെ ഭാഗത്ത് നടത്താം. മന്ത്രിമാരല്ലല്ലോ വെള്ളത്തിലിറങ്ങി തെരച്ചിൽ നടത്തുന്നത്. തിരച്ചിൽ നിർത്തിയത് കൂടിയാലോചിക്കാതെയെന്ന M. വിജയൻ MLA പ്രതികരണം. നമ്മൾ ഈ സൈറ്റിൽ ഉണ്ടായിട്ട് പോലും നമ്മളെ കൃത്യമായിട്ട് അറിയിക്കാതെ ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലൊരു തീർച്ചയായും അതൊരു ഗൗരവമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഓരോന്ന് ആവശ്യപ്പെട്ടതാണ്, അന്വേഷണം ഊർജിതപ്പെടുത്തി കൊണ്ടുപോകണം. ഇപ്പോൾ പറയുന്ന താൽക്കാലികമായി 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക്, ഞാൻ പറയുന്നത് 13-ാം ദിവസമാണിന്ന്. 13-ാം ദിവസത്തേക്ക് ഈ സംവിധാനം എത്തിക്കാൻ പറ്റാതെ ഇനി 4 ദിവസം വേണം. അതുകൊണ്ട് ഞങ്ങൾ 4 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന് പറയുന്നത് അത് എത്ര ഗൗരവക്കുറവായ ഒരു കാര്യമായിട്ടാണ് നാം കാണേണ്ടത്. ഇത്രമാത്രം ഗൗരവമില്ലാത്ത വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനിടെ മണ്ണുമാന്തി യന്ത്രം ഗംഗാവലി പുഴയ്ക്ക് സമീപത്തു നിന്ന് മാറ്റി. ഉദ്യോഗസ്ഥർക്കായി നിർമ്മിച്ച താൽക്കാലിക ടെന്റ് അഴിച്ചുമാറ്റി. രക്ഷാദൌത്യം സംബന്ധിച്ച് യോഗം ചേർന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്ന് ഉത്തരകന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു. വൈകിട്ട് 6:30 ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മംഗൾ വൈദ്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. വിശദാംശങ്ങളുമായി S. ശ്രീകാന്ത്, അരുൺ പാറയ്ക്കൽ, അരുൺ പൂപ്പറമ്പ എന്നിവർ ചേരുന്നു. ആദ്യം S. ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, അങ്ങനെ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു, വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? ഇതാ ഉന്മേഷ്, ഈ മന്ത്രി മംഗളവൈദ്യ കൂടി പറഞ്ഞിരിക്കുന്നു. ഉന്മേഷ്, ഈ ദൃശ്യങ്ങൾ ഒന്ന് നോക്കിക്കോളൂ. ഇവിടുത്തെ നടപടികളെല്ലാം പൂർത്തിയാക്കി ഓരോരുത്തരായി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ദൃശ്യത്തിൽ കാണുന്നത് ഏറ്റവും മുന്നിലായി മന്ത്രി മംഗളവൈദ്യ പോയി. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന വാഹനങ്ങൾ പോകുന്നു. ഒരു ആംബുലൻസ് പോലെയുള്ള വാഹനത്തിൽ, ഒരു ആംബുലൻസിൽ പോയിട്ടുള്ളത് ഈ ഈശ്വർ മാൽപ്പയാണ്. സ്കൂബ ഡൈവിങ്ങിനായി ഇവിടെ എത്തിയ ഈശ്വർ മാൽപ്പയാണ് ഇപ്പോൾ ആ വാഹനത്തിൽ പോയിട്ടുള്ളത്. അതായത് പൂർണ്ണമായും
ഇവിടെ നിന്നും ആളുകൾ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും വാഹനങ്ങൾ ഈ സ്ഥലത്തു നിന്നും വീണ്ടും വാഹനങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യം ഇപ്പോൾ മംഗളവൈദ്യ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, എല്ലാ ശ്രമവും തങ്ങൾ നടത്തി, എന്നിട്ടും ദൗത്യം തൽക്കാലം നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ്. പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അനുകൂല കാലാവസ്ഥ വന്നാൽ വീണ്ടും തുടരാം എന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് എക്സിറ്റ് പ്ലാന്റെ ഭാഗമായി അവർ നടപ്പാക്കുന്നതാണ്. അനുകൂല കാലാവസ്ഥയൊക്കെ വന്നാൽ ഇനി എത്ര കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇത്രയധികം സമ്മർദ്ദം ഉണ്ടായിട്ടും ഇതുവരെയും കാര്യമായൊന്നും ഈ 13 ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി അനുകൂല കാലാവസ്ഥയിൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. തൽക്കാലം ഇന്ന് മഴയൊന്നും തന്നെ പെയ്തിരുന്നില്ല. ഇതിലും നല്ല അനുകൂല കാലാവസ്ഥ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇത് താൽക്കാലികമായി നിർത്തി എന്നവർ പറയുന്നുണ്ടെങ്കിലും ഈ രക്ഷാദൗത്യം നിർത്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ രാത്രി നടന്ന ഉന്നതതല യോഗത്തിൽ ഏറെക്കുറെ ഇതിൽ തീരുമാനമായതാണ്. നമ്മുടെ മന്ത്രിമാരോടും നമ്മുടെ ജനപ്രതിനിധികളോടും ഇക്കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ അവർ എതിർപ്പറിയിക്കുകയും ദൗത്യം തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് രാവിലെയും അക്കാര്യത്തിൽ നമ്മുടെ മന്ത്രിമാർ ഉറച്ചു നിന്നു. പക്ഷേ ഉച്ചയോടുകൂടി കർണാടക അവരുടെ തീരുമാനം നടപ്പാക്കുകയാണ് ഉണ്ടായത്. അവരുടെ എക്സിറ്റ് പ്ലാൻ അവർ നടപ്പാക്കുന്നു. തൽക്കാലം ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു സാഹചര്യവുമില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനാൽ അവർ തങ്ങളുടെ തീരുമാനത്തിലേക്ക് ആ തീരുമാനം നടപ്പാക്കാൻ പോകുന്നു. വലിയ യന്ത്രങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിരുന്നു, ഒന്നും നടന്നില്ല. ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, നടന്നില്ല. ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതും ഉണ്ടായില്ല. അതിനുശേഷം ഈ നദിയിലേക്ക് ഇറക്കി അവിടെ വെച്ച് പൊക്ലൈനർ കൊണ്ടുവന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞു. പൊക്ലൈനറെ കണ്ടില്ല. ആ വഴി പൊക്ലൈനർ ഒന്നും വന്നതുമില്ല. അതിനുശേഷം പറഞ്ഞത് അതിനും അപ്പുറമുള്ള മറ്റെന്തോ യന്ത്രം വരാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു യന്ത്രവും ഇവിടെ വന്നില്ല, ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ആകെ വന്നത് ഈശ്വർ മാൽപ്പയാണ്. ചങ്കുറപ്പോടെ നദിയിലിറങ്ങി പരമാവധി മുങ്ങി നോക്കി, ഒന്നും തന്നെ അദ്ദേഹത്തിന് കണ്ടെത്താനും സാധിച്ചില്ല. ആകെ കണ്ടെത്തിയത് ആ ചായക്കടയിലെ ചില പാത്രങ്ങൾ, ചില ഇരുമ്പ് കഷ്ണങ്ങൾ, കുറേയേറെ വയറുകൾ, കുറേയധികം മരങ്ങൾ, കല്ല്, മണ്ണ്, ചെളി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത്. അടിത്തട്ടിൽ വിസിബിലിറ്റി ഇല്ല. വലിയ പ്രഷർ, ഈ ഒഴുക്ക് മൂലം വലിയ പ്രഷർ ഉണ്ട് എന്നും പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ മാൽപ്പയും നിർത്തിയിരിക്കുന്നു, ഈ രക്ഷാദൗത്യം, ഈ തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. ഇനി എന്ത് എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ മറ്റൊരു പോംവഴിയും അവർക്ക് മുന്നിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലായത്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ പറഞ്ഞു ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത്. വൈകിട്ടോടുകൂടി മന്ത്രി തന്നെ നേരിട്ടെത്തി, കർണാടക മന്ത്രി മംഗളവൈദ്യ എത്തി താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയുന്നു. അല്പസമയത്തിനകം ഇവിടെ ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കത്തയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നൊരു നേരിയ ഒരു പരീക്ഷണം മാത്രമാണ് അത്. പക്ഷേ എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. IBയിൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നു. നമുക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജനപ്രതിനിധികൾ ഇറങ്ങി കാര്യങ്ങൾ അറിയാം. ശരി, എസ് ശ്രീകാന്താണ് ഇപ്പോൾ ശിരൂരിന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ശിരൂരിൽ. ശിരൂരിലെ ദൗത്യ സംഘത്തിന് വീഴ്ച സംഭവിച്ചു എന്ന അർജുന്റെ ബന്ധു ജിതിൻ അത്യാധുനിക സംവിധാനങ്ങൾ തിരച്ചിലിന് ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും ജിതിൻ പറഞ്ഞു. തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു പൊരുൾ വന്നത് തിരച്ചിൽ കുറച്ചു കാലത്തേക്ക് അവസാനിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കും അതേപോലെ ആഴവും കുറയാതെ അവിടെ നിന്നൊരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനു മുന്നേ അത്യാധുനിക മെഷീനറി ഇറക്കിക്കൊണ്ടിട്ടുള്ള പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും അതൊന്നും ഇതുവരെ അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വീഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു വീഴ്ച തന്നെയാണ്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, അങ്ങനെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അദ്ദേഹം തന്നെ ഇക്കാര്യം അറിയിക്കുന്നുണ്ടല്ലോ. അനുകൂല കാലാവസ്ഥ വന്നാൽ ദൗത്യം തുടരുമെന്ന് മംഗളവൈദ്യ വ്യക്തമാക്കുമ്പോൾ അത്തരത്തിൽ ഒന്നുണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ ഇനി നമ്മൾ പ്രതീക്ഷിക്കണമോ അരുൺ? ഉന്മേഷ്, ഈ തീരുമാനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ സ്ഥിരീകരണം, അവരുടെ പ്രഖ്യാപനം വരാതെ നമുക്കത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമായിരുന്നില്ല.